ശരത് പവാർ എൻഡിഎയിലേക്ക് മഹാരാഷ്ട്രയിൽ ഞെട്ടിക്കുന്ന സംഭവങ്ങൾ അരങ്ങേറുന്നു. അഭ്യൂഹങ്ങൾ ശക്തമായി മഹാരാഷ്ട്ര രാഷ്ട്രീയം. ചർച്ചകൾ മുറുകുന്നു. മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ വീണ്ടും അമ്പരപ്പിക്കുന്ന സംഭവ വികാസങ്ങളാണ് അരങ്ങേറുന്നത്. പ്രതിപക്ഷ സഖ്യമായ മഹാവികാസ് അഘാഡിയുടെ ഏറ്റവും ശക്തമായ നേതാക്കളിൽ ഒരാളായ ശരത് പവാർ ഭരണകക്ഷി മഹായുതിയുടെ പ്രധാന നേതാവും മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയുമായ ഏക്നാഥ് ഷിൻഡെയുടെ ഓഫീസിൽ MLA-മാർക്കൊപ്പം നടത്തിയ കൂടിക്കാഴ്ച വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ഈ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ ഒരു ചോദ്യം രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ശക്തമായി ഉയരുന്നുണ്ട്. NCP NDAയിലേക്ക് നീങ്ങുകയാണോ? ബുധനാഴ്ച മഹാരാഷ്ട്ര നിയമസഭാ സമുച്ചയമായ വിധാൻ ഭവനിൽ നടന്ന സംഭവങ്ങളാണ് അഭ്യൂഹങ്ങൾക്ക് അക്കം കൂട്ടിയത്. മഹാരാഷ്ട്ര കർണാടക അതിർത്തി തർക്കം പരിഹരിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ രൂപീകരിച്ച ഉന്നതാധികാര സമിതിയുടെ യോഗത്തിൽ പങ്കെടുക്കാനായിരുന്നു ശരത് പവാർ നിയമസഭയിൽ എത്തിയത്. യോഗം കഴിഞ്ഞതിനു പിന്നാലെ അദ്ദേഹം നേരെ ഉപമുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെയുടെ ഓഫീസിലേക്ക് എത്തി. അവിടെ നടന്നത് വെറും ഔപചാരിക കൂടിക്കാഴ്ച മാത്രമായിരുന്നു. അതോ മഹാരാഷ്ട്രയുടെ രാഷ്ട്രീയ ഭാവിയെ തന്നെ മാറ്റിമറിച്ചേക്കാവുന്ന ചർച്ചകളായിരുന്നു? ഇതാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകരും പാർട്ടി പ്രവർത്തകരും ഒരുപോലെ അന്വേഷിക്കുന്നത്. ഷിൻഡെ പവാറിനെ ഷോൾ അണിയിച്ചും പൂച്ചെണ്ട് നൽകിയും സ്വീകരിച്ചു. ഇരുവരും കുറച്ചു സമയം അടച്ചിട്ട മുറിയിൽ സംസാരിച്ചു. എന്നാൽ ആ സംഭാഷണത്തിന്റെ ഉള്ളടക്കം ഇന്നും പുറത്തുവിട്ടിട്ടില്ല. ഈ രഹസ്യ സ്വഭാവമാണ് അഭ്യൂഹങ്ങളെ കൂടുതൽ ശക്തമാക്കുന്നത്. അതിലേറെ ശ്രദ്ധേയമായത് NCPയുടെ MLA-മാരും ഷിൻഡെയുടെ ഓഫീസിലെത്തി ശരത് പവാറിനെ കണ്ടതാണ്. പ്രതിപക്ഷ MLA-മാർ ഭരണകക്ഷിയുടെ ഉപമുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഒത്തുകൂടിയ സംഭവം മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ അപൂർവമായ കാഴ്ചയായാണ് വിലയിരുത്തപ്പെടുന്നത്. സംഭവത്തിൽ വിവാദം ശക്തമായതോടെ NCP നേതൃത്വം വിശദീകരണവുമായി രംഗത്തെത്തി. പാർട്ടി നേതാവ് ജയന്ത് പാട്ടീൽ പറയുന്നത് ഇതിനു പിന്നിൽ യാതൊരു രാഷ്ട്രീയ അജണ്ടയുമില്ല എന്നാണ്. പാട്ടീലിന്റെ വിശദീകരണം അനുസരിച്ച് വിധാൻ ഭവനിൽ നിന്ന് പുറത്തു പോകുന്നതിന് മുൻപ് പാർട്ടി MLA-മാർ ശരത് പവാറിനെ കാണാൻ ആഗ്രഹിച്ചു. എന്നാൽ പ്രതിപക്ഷ നേതാക്കളുടെ മുറിയിലേക്ക് വീണ്ടും നടന്നെത്തുന്നത് പവാറിന് പ്രായപരമായ ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നതിനാലും ഷിൻഡെയുടെ ഓഫീസ് എക്സിറ്റിനോട് ചേർന്നതായതിനാലും അവിടെ ഇരിക്കാനാണ് നിർദ്ദേശിച്ചത്. അതേസമയം പവാർ ഓഫീസിലെത്തിയ സമയത്ത് ഏക്നാഥ് ഷിൻഡെ അവിടെ ഉണ്ടായിരുന്നില്ലെന്നും പവാർ എത്തിയ വിവരം അറിഞ്ഞ ശേഷമാണ് അദ്ദേഹം തിരികെ എത്തി കൂടിക്കാഴ്ച നടത്തിയതെന്നും ജയന്ത് പാട്ടീൽ പറയുന്നു. ഷിൻഡെ പക്ഷവും ഇതേ നിലപാട് ആവർത്തിക്കുന്നുണ്ട്. ഒരു മുതിർന്ന രാഷ്ട്രീയ നേതാവിനെ ആദരവോടെ സ്വീകരിച്ചതിൽ അസ്വാഭാവികമായി ഒന്നുമില്ലെന്നും ഇത് വെറും സൗഹൃദ സന്ദർശനം മാത്രമാണെന്നുമാണ് അവരുടെ വിശദീകരണം. മഹാരാഷ്ട്ര മന്ത്രി ഉദയ് സാമന്തും ഇതേ വാദം തന്നെയാണ് ഉയർത്തിയത്. വിവിധ രാഷ്ട്രീയ പാർട്ടികളിലെ മുതിർന്ന നേതാക്കൾ തമ്മിൽ സൗഹൃദപരമായ കൂടിക്കാഴ്ചകൾ നടക്കുന്നത് സാധാരണമാണെന്നും അതിൽ നിന്ന് രാഷ്ട്രീയ നിഗമനങ്ങളിൽ എത്തുന്നത് ശരിയല്ലെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു. എന്നാൽ രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത് മറ്റൊരു കാര്യമാണ്. 2023 അജിത് പവാർ NCPയെ പിളർത്തി NDA സർക്കാരിൽ ചേർന്നതോടെ ശരത് പവാർ നയിക്കുന്ന NCP പ്രതിപക്ഷ രാഷ്ട്രീയത്തിന്റെ പ്രധാന ശക്തിയായി മാറിയിരുന്നു. ലോക്സഭാ തിരഞ്ഞെടുപ്പിലും മഹാവികാസ് അഘാഡിക്ക് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞിരുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ പവാർ ഷിൻഡെയുടെ ഓഫീസിൽ നടത്തിയ ഈ കൂടിക്കാഴ്ച രാഷ്ട്രീയപരമായി വളരെ നിർണായകമാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇതിനിടെ മറ്റൊരു നിർണായക റിപ്പോർട്ടും പുറത്തു വരികയാണ്. ശരത് പവാറിനെയും അദ്ദേഹത്തിന്റെ പാർട്ടിയെയും NDAയിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ BJP നേതൃത്വം സജീവമാക്കിയെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതിന്റെ ഭാഗമായി ശരത് പവാറിന്റെ മകളും ബറാമതി MP-യുമായ സുപ്രിയ സുലേക്ക് കേന്ദ്രമന്ത്രി സ്ഥാനം വരെ വാഗ്ദാനം ചെയ്തേക്കുമെന്ന റിപ്പോർട്ടുകളും രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ചർച്ചയാകുന്നുണ്ട്. എന്നാൽ ഇക്കാര്യത്തിൽ BJPയോ NCPയോ ഔദ്യോഗിക സ്ഥിരീകരണം നടത്തിയിട്ടില്ല. അതേസമയം മഹാരാഷ്ട്രയിൽ തദ്ദേശ തിരഞ്ഞെടുപ്പുകൾ അടുത്തിരിക്കെ ഇത്തരം രാഷ്ട്രീയ നീക്കങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ടെന്നാണ് വിലയിരുത്തൽ. NCPയുടെ നിലപാടിൽ മാറ്റമുണ്ടായാൽ മഹാവികാസ് അഘാഡിയുടെ രാഷ്ട്രീയ ഗണിതം തന്നെ മാറിമറിയാൻ സാധ്യതയുണ്ട്. മറുവശത്ത് NDAക്ക് അത് വലിയ രാഷ്ട്രീയ നേട്ടമാവുകയും ചെയ്യും. അതിനാൽ തന്നെ ഇത് വെറും സൗഹൃദ സന്ദർശനമോ അതോ മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിലെ അടുത്ത വലിയ ട്വിസ്റ്റിന്റെ തുടക്കമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. ഔദ്യോഗികമായി എല്ലാ പാർട്ടികളും അഭ്യൂഹങ്ങൾ തള്ളിക്കളയുന്നുണ്ടെങ്കിലും ശരത് പവാറും ഏക്നാഥ് ഷിൻഡെയും തമ്മിലുള്ള ഈ കൂടിക്കാഴ്ചയുടെ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ വരും ദിവസങ്ങളിൽ മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ ചർച്ചയായി മാറുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട.